അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം നേരെ വെബ് ബ്രൗസറിൽ പോവുക. വെബ് ബ്രൗസറിൽ പോയിട്ട് പൈച്ചാം ഫോർ ലിനക്സ് എന്ന് അടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ പാക്കേജ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഏകദേശം ഒരു 386 MB ആണ്. അപ്പം നമ്മൾ നേരെ വെബ് ബ്രൗസറിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടിച്ചു കൊടുക്കുകയാണ് പൈച്ചാം ഫോർ ലിനക്സ് എന്ന്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റിൽ കയറുക. പൈച്ചാമിൻ്റെ ഒറിജിനൽ വെബ്സൈറ്റിൽ കയറിയിട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അകത്ത് ചെന്നിട്ട് ലിനക്സ് സെലക്ട് ചെയ്യുക. ലിനക്സ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ കമ്മ്യൂണിറ്റിയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പം അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫയൽ എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പം എൻ്റെ സിസ്റ്റത്തിൽ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അതുകൊണ്ട് ഞാനിത് ക്യാൻസൽ കൊടുക്കുക. ക്യാൻസൽ കൊടുത്തിട്ട് നമ്മൾ നേരെ നമ്മൾ ഡൗൺലോഡ് ഫോൾഡറിലേക്ക് പോയിട്ട് ഫയൽ എക്സ്ട്രാക്ട് ചെയ്യണം. ഡൗൺലോഡ് ഫോൾഡറിൽ കയറിയിട്ട് നമ്മൾ പൈച്ചാമിൻ്റെ ഫയൽ എക്സ്ട്രാക്ട് ചെയ്യുക. അതുകഴിഞ്ഞ് പൈച്ചാമിൻ്റെ ഫയൽ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മളത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ബിന്നി ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ നേരെ ടെർമിനലോട്ട് ഓപ്പൺ ചെയ്യുക. ടെർമിനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ./pycharm.sh എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ പൈച്ചാം നമ്മളെ സിസ്റ്റത്തിൽ ഓപ്പൺ ആയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുക. ന്യൂ പ്രൊജക്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ഫയലിനൊരു പേര് നമ്മൾ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ താഴോട്ട് വന്നിട്ട് പൈത്തൺ ഏത് വെർഷനാണ് സെലക്ട് ചെയ്യുക. ഇൻ്റർപ്രീറ്റർ വെർഷനാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത് പൈത്തൺ 3.8. എൻ്റെ പൈത്തൺ 3.8 ആയതുകൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സിസ്റ്റിംഗ് ഇൻ്റർപ്രീറ്റർ ആഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ സൈഡിലത്തെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത ശേഷം സിസ്റ്റം ഇൻ്റർപ്രീറ്ററിലോട്ട് പോകുന്നു. അതിനുശേഷം നമ്മൾ നേരെ വന്നിട്ട് പൈത്തൺ നമ്മളെ വെർഷൻ സെലക്ട് ചെയ്യുന്നു. എൻ്റെ വെർഷൻ 3.8 ആയതുകൊണ്ട് ഞാനത് ആ വെർഷൻ തന്നെ സെലക്ട് ചെയ്യുവാണ്. ഓക്കെ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇത് ലോഡാവുന്നവരെ വെയിറ്റ് ചെയ്യുക നിങ്ങൾ. ക്രിയേറ്റ് ചെയ്ത ഫയലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ന്യൂ ഫയൽ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് പൈത്തൺ ഫയൽ എന്നാണ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ പൈത്തൺ ഫയലിനും നെയിം കൊടുക്കുക. നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുന്നത് ഹലോ എന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇഷ്ടമുള്ള പേരായിരിക്കും. hello.py എന്ന് മേളിൽ കാണിക്കും. അപ്പം .py എന്നാൽ ലാസ്റ്റ് വരുന്നത്. അത് നമ്മൾ അടിക്കേണ്ട, അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അപ്പോൾ ഹലോ എന്ന് കൊടുത്തിട്ട് എൻ്റർ ഞെക്കുക. എന്നിട്ട് നമുക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ പ്രിൻറ്റ് ഹലോ എന്നടിക്കുകയാണ്. പ്രിൻറ്റ് ബ്രാക്കറ്റിൽ ഹലോ എന്നടിക്കുകയാണ് ഞാൻ. പ്രിൻറ്റ് ഹലോ എന്നടിച്ചിട്ട് നമ്മൾ റൺ ചെയ്യുക. റൺ ചെയ്യുമ്പം താഴെ ഹലോ എന്ന് കാണിച്ചാൽ നമ്മളെ പൈച്ചാം സെറ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ റൺ ചെയ്ത് നോക്കിയപ്പോൾ താഴെ ഹലോ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഹലോ എന്ന് കാണിച്ചതുകൊണ്ട് നമ്മളെ പൈത്തൺ ഇൻ്റർപ്രീറ്റർ ഇവിടെ സെറ്റായിട്ടുണ്ട്. പൈച്ചാമ്പ് ഫുള്ളി സെറ്റായിട്ടുണ്ട്.
നമ്മൾ പൈത്തൺ വെർഷനുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത്രയേ ഉള്ളൂ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.